ലോക ഭൂപടത്തിലുണ്ട്, പക്ഷേ പുറം ലോകത്തിന് അപ്രാപ്യം. ആധുനികതയുടെ അതിപ്രസരമില്ലാത്ത ഹവായിയുടെ സ്വന്തം വിലക്കപ്പെട്ട ദ്വീപ് നെഹാവു. ലോകം മറന്ന ആധുനികതയുടെ വെളിച്ചം കടക്കാത്ത ഹവായിയുടെ ആ വിലക്കപ്പെട്ട ദ്വീപിലേക്ക് ഒന്ന് പോയാലോ? 1864 ഹവായി രാജാവ് ഒരു സ്വകാര്യ കുടുംബത്തിന് വിറ്റ ഈ ദ്വീപ് ഇന്നും പുറം ലോകത്തിന്റെ മുന്നിൽ ഒരു നിഗൂഢതയാണ്. തങ്ങളുടെ പരമ്പരാഗത ഹവായിയൻ സംസ്കാരം സംരക്ഷിക്കാൻ 1930കളിൽ തന്നെ ഇവർ ബാഹ്യലോകവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ഇവിടെ ആധുനിക സാങ്കേതിക വിദ്യകളോ ആഡംബര ജീവിതമോ ഇല്ല. സൗരോർജ്ജത്തെയും മഴവെള്ളത്തെയും മാത്രം ആശ്രയിച്ച് മീൻപിടുത്തവും വേട്ടയാടലുമായി തികച്ചും ലളിതമായ ജീവിതമാണ് ഇവിടുത്തെ നിവാസികളുടേത്. ഈ ദ്വീപിലെ ജീവിതം അത്ര ലളിതമല്ല. അതൊരു കർശനമായ നിയമ സംഹിതയാണ്. ആയുധങ്ങൾക്കും മദ്യത്തിനും ഇവിടെ കർശന വിലക്കുണ്ട്. ഞായറാഴ്ചകളിൽ എല്ലാവരും നിർബന്ധമായും പള്ളിയിൽ പോയിരിക്കണം. നിയമങ്ങൾ ലംഘിക്കുന്നവരെ പുറത്താക്കാൻ അധികാരികൾക്ക് അധികാരവുമുണ്ട്. ഉട്ടോപ്യൻ മാതൃകയിലുള്ള ഈ ജീവിതശൈലി പുറം ലോകത്തിന്റെ സ്വാധീനമേൽക്കാതെ നൂറ്റാണ്ടുകളായി ഇവർ കാത്തു സൂക്ഷിക്കുന്നു. ഈ ദ്വീപിന്റെ ഏക ഉടമസ്ഥരായ റോബിൻസൺ കുടുംബം ഇന്നും രാജാവിന്റെ വാക്ക് അതേപടി പാലിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഈ ദ്വീപിലേക്ക് സഞ്ചാരികളെ അനുവദിക്കുന്നത് തന്നെ വളരെ പരിമിതമാണ്. ദ്വീപിന്റെ തീരത്തേക്ക് ചില പ്രത്യേക ടൂറുകൾ ഉണ്ടെങ്കിലും ഗ്രാമത്തിലേക്ക് കടക്കാൻ ആർക്കും അനുവാദവുമില്ല. വംശനാശ ഭീഷണി നേരിടുന്ന മോങ്സീലുകൾ പോലെയുള്ള ജീവികളുടെ സുരക്ഷിത താവളം കൂടിയാണ് ഈ ദ്വീപ്. നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിന്റെ അവസാന അവശേഷിപ്പ്. ആധുനികതയിൽ നിന്നും ഒളിച്ചോടി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ദ്വീപ് ഇന്നും ഒരു വലിയ അത്ഭുതമായി തുടരുന്നു.